കൂട്ടുകാരെ പറ്റി പറയാനുള്ള ധാർമ്മികത മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടോ എന്ന ചർച്ച തുടങ്ങിയത് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രനാണ്. ഇ.പി. ജയരാജന് കൂട്ടുകെട്ടുകളിൽ ശ്രദ്ധയില്ലെന്ന് പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇത് സംഭവിച്ചത്. ശോഭയുടെ ആ പരിഹാസം CPM-ന് പോലും പല ചിന്തകളും നൽകി. ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവ്ദേക്കറും ദലാൽ നന്ദകുമാറുമായുള്ള കൂട്ടുകെട്ടിന്റെ പേരിൽ ഇ.പി.ക്കെതിരെ സംഘടനാ നടപടിയെടുത്താൽ എന്ത് സംഭവിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം. ഇ.പി. പൊട്ടിത്തെറിച്ചാൽ അത് CPM-ന് തലവേദനയാകുമെന്നും വിലയിരുത്തലുണ്ട്. ഒരു കാലത്ത് VS അച്യുതാനന്ദന്റെ അതിവിശ്വസ്തനായിരുന്നു ഇ.പി. പിന്നീട് പിണറായിക്കൊപ്പം എത്തി. ഇതോടെയാണ് CPM-ൽ പിണറായി യുഗം തുടങ്ങുന്നത്. പിണറായിക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഇ.പി.ക്ക് എല്ലാം അറിയാമെന്നതാണ് വസ്തുത. കൂട്ടുകെട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ വിവാദ വ്യവസായികളുമായുള്ള പിണറായിയുടെ ബന്ധങ്ങൾ പലവട്ടം ചർച്ചയായി. എക്സാലോജിക് ഇടപാടിൽ കരിമണൽ കർത്തയും കടന്നുവന്നു. ഫാരിസ് അബൂബക്കറുമായുള്ള ബന്ധവും പിണറായിക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല. ഇതിനൊപ്പമാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ കമന്റ്. പാപിയുടെ കൂടെ ശിവശങ്കരൻ കൂടിയാൽ ശിവശങ്കരനും പാപിയാകും. കേരളത്തിലെ ഏറ്റവും സത്യസന്ധനെന്ന് വിലയിരുത്തിയ IAS-കാരനായിരുന്നു ശിവശങ്കർ. ഈ ഇമേജുമായാണ് ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനിയായത്. ഈ കൂട്ടുകെട്ടിന് ശേഷം ശിവശങ്കർ അഴിക്കുള്ളിലായി. IAS-ൽ നിന്നുള്ള വിരമിക്കലടക്കം നാണക്കേടായി. സ്വർണ്ണക്കടത്തിലെ ഈ എപ്പിസോഡാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയിൽ ജയശങ്കർ പറഞ്ഞുവച്ചത്. ഇതിന് കുതിരപ്പവൻ അവതാരകനായ വിനു വി ജോൺ വാക്കുകളിലൂടെ ജയശങ്കറിന് മറുപടി നൽകുകയും ചെയ്തു. ശിവനെ പാപിയാക്കി എന്ന് പറയുമ്പോൾ ശിവശങ്കറിന്റെ അവസ്ഥ എന്തായി? മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞതിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് താല്പര്യം തോന്നിയത് ഇതിലാണ്. ശിവനായാലും ശിവശങ്കരനായാലും പാപിക്കൊപ്പം ചേർന്നാൽ പാപിയാകും. ഇതാണ് ജയശങ്കർ ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയ്ക്കിടെ പറഞ്ഞത്. ഇതിനാണ് ചർച്ചയുടെ അവസാനം കുതിരപ്പവൻ കൊടുക്കുമെന്ന് പറഞ്ഞ് വിനു വി ജോൺ അതിലെ പരിഹാസം ചർച്ചയാക്കിയത്. വോട്ടെടുപ്പ് ദിനത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചിന്തയ്ക്ക് വഴിവെക്കുന്നതാണ് ശിവശങ്കരനെയും പാപിയെയും കൂട്ടിക്കെട്ടിയുള്ള ജയശങ്കറിന്റെ കമന്റ്. മാസപ്പടിയേക്കാൾ വലിയ അഴിമതിയാണ് സ്പ്രിംഗ്ലർ വിവാദമെന്ന വാദവും ഉയരുന്നുണ്ട്. സ്പ്രിംഗ്ലർ കേസ് അന്വേഷിക്കാൻ കേന്ദ്രാന്വേഷണ ഏജൻസികളെ സമീപിക്കുമെന്ന് സ്വപ്ന സുരേഷ് പറയുന്നു. ആവശ്യമായ രേഖകൾ കൈമാറും. കേസുമായി മുന്നോട്ടു പോകും. അങ്ങനെ മറന്നു പോകേണ്ട ഒന്നല്ല സ്പ്രിംഗ്ലർ വിവാദം. മനുഷ്യരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റർനാഷണൽ കമ്പനിക്ക് നൽകുകയെന്നത് രാജ്യത്തിന് തന്നെ ഭീഷണിയായ വിഷയമാണ്. പിണറായി വിജയനും ചേർന്ന് തന്നെ ദുരുപയോഗം ചെയ്തതായി ശിവശങ്കർ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് സ്വപ്ന പറയുന്നു. ഇതടക്കമുള്ള അഴിമതിക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ കൂട്ടുകെട്ടാണെന്ന് ചർച്ച സജീവമാവുകയാണ്. ഇതിനിടയിലാണ് പാപിയുടെ കൂടെ ശിവശങ്കരൻ കൂടിയാൽ ശിവശങ്കരനും പാപിയാകും എന്ന ജയശങ്കറിന്റെ കളിയാക്കൽ. തിങ്കളാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഇ.പി. എത്തുമോ എന്ന് ആർക്കും അറിയില്ല. പാർട്ടിയിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇ.പി. വിടുമെന്ന പ്രചരണം ശക്തമാണ്. തന്നെ പൊതുവേദിയിൽ തള്ളിപ്പറഞ്ഞ പിണറായിക്കെതിരെ ഇ.പി. തൽക്കാലം കടന്നാക്രമണം നടത്തില്ല. എന്നാൽ ഭാവിയിൽ പലതും ഇ.പി. പറയും. കണ്ണൂർ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന വെളിപ്പെടുത്തലുമായി അത് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇ.പി.യെ CPM നേതൃത്വം കൂടുതൽ കടന്നാക്രമിക്കില്ലെന്നും വിലയിരുത്തലുണ്ട്.